ഉണ്ടാകുന്നതിന് വേണ്ടി ഭഗവത് സന്നിധിയിൽ കാർഷിക വിളകളുടെ ആദ്യഫലം ഭഗവാൻ സമർപ്പിക്കുന്ന ഇല്ലംനിറ ചടങ്ങ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇന്ന് കൊണ്ടാടി. വരുംകാല സമൃദ്ധിയെ വിളിച്ചോതുന്ന രീതിയിൽ കർഷകൻ അവരുടെ പാടങ്ങളിൽ കൊയ്തെടുക്കുന്ന നിറകറ്റ ദേവന് സമർപ്പിക്കുകയും വരുന്ന ഒരു വർഷക്കാലം കാർഷിക വിളകളുടെ സമൃദ്ധി ഉണ്ടാകണമെന്ന് ഭഗവാനോട് കൂട്ടായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇല്ലംനിറ. കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് കേരളത്തിൽ ഇല്ലംനിറ കൊണ്ടാടുക. തിരുവിതാംകൂറിലും മലബാറിലും വ്യത്യസ്ത രീതികളിലാണ് ഇല്ലംനിറയും അതോടൊപ്പമുള്ള ഉത്തരിയും കൊണ്ടാടുക. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇല്ലംനിറയും തൃപ്പുത്തരിയും രണ്ടായിട്ടാണ് കൊണ്ടാടുന്നത്. മറ്റ് പല ക്ഷേത്രങ്ങളിലും ഇല്ലംനിറയോടൊപ്പം തന്നെ പാടശേഖരങ്ങളിൽ നിന്ന് കൊയ്തെടുക്കുന്ന ഉന്നെല്ല് കുത്തി ഉണ്ടാക്കുന്ന അരി കൊണ്ട് ഉത്തരി പായസം ദേവന് സമർപ്പിക്കുന്ന ആചാരവും കൊണ്ടാടുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന കർഷകരുടെ കാർഷിക വിളകൾക്കും അതോടൊപ്പം തന്നെ ധനസമ്പാദനത്തിനുമൊക്കെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുന്നതിന് വേണ്ടി കൂട്ടായ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി കൊണ്ടാടിയിരുന്ന ഇല്ലംനിറ. സ്വന്തം പാടശേഖരങ്ങളിൽ നിന്ന് കൊയ്തെടുത്ത് വീടുകളിൽ കൊണ്ടുപോയി അറകളിൽ സമർപ്പിച്ചിരുന്ന ആചാരം കാലഘട്ടത്തിനനുസരിച്ച് മാറി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുകയും ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജിച്ചു കിട്ടുന്ന നെൽക്കതിരുകൾ വീടുകളിൽ അറവാതിലുകളിൽ കെട്ടിത്തൂക്കി വരുംകാല സമൃദ്ധിയെ വിളിച്ചോതുന്ന ചടങ്ങായി മാറിയിട്ടുണ്ട് ഇല്ലംനിറ. നെൽക്കതിരിനോടൊപ്പം ഇല്ലി, നെല്ലി, കടലാടി, ദശപുഷ്പം എന്നിവ കൂട്ടിക്കെട്ടി ക്ഷേത്രത്തിന്റെ കിഴക്കേ കുളപ്പുരയിൽ സമാഹരിച്ചു വെക്കുന്ന നെൽക്കതിർ കെട്ടുകൾ ക്ഷേത്രത്തിലെ മേൽശാന്തിയും ശാന്തിക്കാരും കൂടെ എഴുന്നള്ളിച്ച് വലത്ത് വെച്ച് അകത്ത് മണ്ഡപത്തിൽ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ആവാഹിച്ചിരുത്തി പൂജകൾ ചെയ്ത് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷമാണ് കതിർക്കുലകൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും ക്ഷേത്രത്തിലും അതേപോലെ തന്നെ നാലമ്പല ശ്രീകോവിലിലും മറ്റ് ഉപദേവാലയങ്ങളിലും കെട്ടിത്തൂക്കുകയും ചെയ്യും.